കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് UDF പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരും ഉപരോധിച്ചു. ജീവനക്കാർ അറിയാതെ ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് 800-ലധികം A ക്ലാസ് മെമ്പർഷിപ്പ് പുതുതായി ചേർത്തിയെന്ന് ആരോപിച്ചായിരുന്നു സമരം. ഉപരോധ സമരം N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. UDF ഭരിക്കുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് UDF പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരും ഉപരോധിച്ചത്. ജീവനക്കാരറിയാതെ ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് 800-ലധികം A ക്ലാസ് മെമ്പർഷിപ്പ് പുതുതായി ചേർത്തതായി ആരോപിച്ചായിരുന്നു ഉപരോധം. രാവിലെ 8:30-ക്ക് ആരംഭിച്ച ഉപരോധം 10 മണിയോടെ അവസാനിച്ചു. 13-അംഗ ഭരണസമിതിയിലെ 9 പേരും അറിയാതെയാണ് ബാങ്ക് ചെയർമാനും ജനറൽ മാനേജറും മെമ്പർഷിപ്പുകൾ ചേർത്തതെന്നും UDF ആരോപിച്ചു. ബാങ്കിന്റെ നെല്ലിക്കാപ്പറമ്പ് ശാഖയിൽ വെച്ച് അവധി ദിവസമായ നവംബർ 30 ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കും 5 മണിക്കും ഇടയിലാണ് സംഭവം. തങ്ങളറിയാതെ ലോഗിൻ ID ഉപയോഗിച്ച് മെമ്പർഷിപ്പ് ചേർത്ത സംഭവത്തിൽ നെല്ലിക്കാപ്പറമ്പ് ബ്രാഞ്ച് മാനേജർ ഷൈജു തോമസും ജീവനക്കാരും മുക്കം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഉപരോധ സമരം N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ ബാങ്ക് നിക്ഷേപകരടക്കം വലിയ ആശങ്കയിലാണെന്നും ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ച് പണം പോലും മാറ്റിയതായി സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് 52 കോടി നഷ്ടത്തിലാണെന്നും എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഭരണകക്ഷിയെ ചെയർമാൻ കൂട്ടുപിടിക്കുകയാണെന്നും കോഴിക്കോട്ടെ മാൾ നിർമ്മാണത്തിലും വലിയ സംശയമുണ്ടെന്നും N സുബ്രഹ്മണ്യൻ പറഞ്ഞു. 52 കോടി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതിന് ഉത്തരം പറയേണ്ട ഭരണസമിതി. ഇപ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പ്രസിഡന്റ്, ചെയർമാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഭരണകക്ഷിയെ കൂട്ടുപിടിക്കുകയാണ്. കോഴിക്കോട്ടെ ഒരു വലിയ മാളുണ്ടാക്കുന്ന തിരക്കിലാണ് ഇദ്ദേഹം. 100 കോടിയാണ് പോലും ചെലവ്. എന്തിനാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ഒരു മാൾ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാ 100 കോടി ചെലവാകുക? 25, 30, 40 കോടിക്ക് ചെലവാകേണ്ട ഒരു സ്ഥലം, ഒരു മാള്, ആ മാള് 100 കോടിക്കാണ് ഇപ്പൊ കെട്ടിപ്പൊക്കുന്നത് എന്നാ പറഞ്ഞു കേട്ടത്. 10 കൊല്ലം ഇതിന്റെ പണി തുടങ്ങിയിട്ട്, അല്ലേ? 8 10 കൊല്ലം ഇതിന്റെ പണി തുടങ്ങിയിട്ട്. ഈ പണമൊക്കെ എവിടുന്നാ കൊണ്ടുപോകുന്നത്? ആരാ കൊണ്ടുപോകുന്നത്? ഈ 52 കോടി അറ്റനഷ്ടം ബാങ്കിന് ഉണ്ടാക്കിയതിന് ഉത്തരവാദി ആരാണ്? 52 കോടി ആര് കൊണ്ടുപോയി? ആരാണ്? ഇതുപോലെ ജീവനക്കാരുടെ കള്ള ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നെന്താണ് ഉറപ്പ്? UDF ചെയർമാൻ CK കാസിം, DCC മെമ്പർ MT അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.